ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു കിഡിലൻ സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഒരുവിധം എല്ലാ മനുഷ്യർക്കും ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ് കോളിഫ്ലവർ 65. നമുക്ക് തട്ടുകടയിൽ ശരിക്കും എന്താ പറയുക, രാജാവ് എന്ന് തന്നെ അറിയപ്പെടുന്ന സ്നാക്കാണല്ലേ. എവിടെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഒരു തവണ എങ്കിലും വായിച്ച് കഴിക്കില്ലേ. അപ്പോൾ അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ 65 ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 550 ഗ്രാമോളം കോളിഫ്ലവറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ മൊത്തത്തിൽ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് എടുത്തതിന് ശേഷമുള്ള അളവാണ് 550 ഗ്രാം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്യട്ടെ, ഓവർ കട്ടിയിൽ കട്ട് ചെയ്യേണ്ട, അത്യാവശ്യം നേരിയതായിട്ട് തന്നെ, അപ്പോഴേ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ. ഇനി ഇത് ഞാനൊരു പാനിൽ കുറച്ചധികം തന്നെ വെള്ളം വെക്കുക കേട്ടോ, അത്യാവശ്യം മുങ്ങിക്കിടക്കുന്നതിലും അധികമായിട്ട് തന്നെ വെള്ളം വെക്കുക. എന്നിട്ട് തിളച്ചങ്ങ് വരുന്ന സമയത്ത് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കോളിഫ്ലവർ ക്ലീൻ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അത്യാവശ്യം പുഴു കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക കേട്ടോ, ശ്രദ്ധിച്ചിട്ട്. അപ്പോൾ ഇതാ എല്ലാം കൂടി ഒന്നങ്ങ് ഇളക്കിയെടുത്തതിന് ശേഷം നമ്മുടെ കോളിഫ്ലവർ എടുത്ത് വെച്ചിട്ടുള്ളത് മൊത്തത്തിൽ ഈ ഒരു ടൈം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് ചേർക്കാൻ മറക്കരുത്, കാരണം ഈ ഒരു ടൈം ചേർത്തിട്ടില്ലെങ്കിൽ ഉപ്പ് അതിലേക്ക് പിടിച്ച് കിട്ടില്ല. ഇനിയിപ്പോൾ എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. തിളച്ചതിന് ശേഷം ഒരു 1-2 മിനിറ്റ് ആകുമ്പം തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരുപാട് ടൈം ഇതിലേക്ക് കുക്ക് ചെയ്തെടുക്കാൻ പാടില്ല. അങ്ങനെ ഇതാ നന്നായിട്ട് ഒന്നങ്ങ് തിളച്ചതിന് ശേഷം ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു സ്ട്രെയിനറിലേക്ക് അരിച്ച് മാറ്റി വെക്കണം. ഇതിൽ തന്നെ വെക്കരുത്. തിളച്ചതിന് ശേഷം 1 മിനിറ്റ് അല്ലെങ്കിൽ മാക്സിമം പോയ 2 മിനിറ്റ്, അതിലപ്പുറം തീരെ വെക്കരുത് കേട്ടോ. അപ്പോൾ ഞാനിതാ ഒരു ബൗളിലേക്ക് ഇനി നമുക്ക് 65-നുള്ള മസാല റെഡിയാക്കി എടുക്കാം. അപ്പോൾ 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, രണ്ടും കൂടി 1.5 ടേബിൾ സ്പൂണാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയും പിന്നെ 1 ടേബിൾ സ്പൂൺ സാധാ മുളക് പൊടിയായിട്ടാണ് എടുത്തിട്ടുള്ളത്. അത് നിങ്ങൾ എരിവൊക്കെ നോക്കിയിട്ട് കളറൊക്കെ നോക്കിയിട്ട് എടുക്കുക കേട്ടോ, ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചിട്ട്. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ 1.5 ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൗഡറാണ് ചേർത്ത് കൊടുക്കുക, അതായത് ഫെന്നൽ സീഡ്സ് പൗഡർ. പിന്നെ ഒരല്പം ഉപ്പിട്ട് കൊടുക്കട്ടെ, ഒരുപാട് വേണ്ട, ഓൾറെഡി ഇട്ടതാണ്. പിന്നെ ഇതാ 1/4 കപ്പ് അളവിൽ ടൊമാറ്റോ കെച്ചപ്പ് അല്ലെങ്കിൽ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുക, ഇതാണ് ഉള്ളത്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ സോയ് സോസ് ഒരുപാട് കൂടുണ്ട്, പ്രത്യേകം ശ്രദ്ധിക്കണേ അത്, പിന്നെ ടേസ്റ്റ് ആകപ്പാടെ മാറിപ്പോവും. പിന്നെ ഒരു ചെറുനാരങ്ങയുടെ നീര് മൊത്തത്തിലായിട്ട് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾ നോക്കുക കേട്ടോ, പുളി ചെക്ക് ചെയ്തിട്ട് ഒഴിക്കുക. അപ്പോൾ എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കിയതിന് ശേഷം 1/2 കപ്പിൻ്റെ അടുത്തായിട്ട് അരിപ്പൊടിയില്ല, നമ്മുടെ പത്തിരിപ്പൊടി, നൈസായിട്ടുള്ള അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 കപ്പ് കോൺഫ്ലോറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അരിപ്പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ 1/2 കപ്പിൻ്റെ അടുത്തായിട്ട് നമ്മുടെ കടലപ്പൊടിയില്ല, കടലമാവ്, അത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. എന്നിട്ട് ഇതാ കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ആക്കുക, അത്യാവശ്യം തിക്കായിട്ടുള്ളൊരു ബാറ്ററാക്കി മാറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കിയിട്ടുണ്ട്. ഈ ഒരു തിക്നെസ് മതി, ഓവർ വെള്ളം പോലെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് കോട്ടിങ് കോളിഫ്ലവറിൽ പിടിച്ച് കിട്ടില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കട്ടെ, കുറച്ചായിട്ട് ഒഴിച്ചിട്ട് ഈ ഒരു തിക്നെസ്സിൽ നമുക്ക് മാവ് റെഡിയാക്കി എടുക്കുക. ഇനിയിപ്പം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കോളിഫ്ലവർ ഇല്ലേ, അത് വെള്ളമൊക്കെ മൊത്തത്തിൽ ഊറ്റിയെടുത്തതിന് ശേഷം മാത്രം ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ, പതുക്കെ. എന്നിട്ട് എല്ലാ സൈഡിലേക്ക് നന്നായിട്ട് കോട്ടിങ് പിടിച്ച് കിട്ടണം. അങ്ങനെ ഇതുപോലെ മിക്സ് ആക്കിയിട്ട് കണ്ടില്ല, കയ്യിൽ ഒരെണ്ണം എടുത്ത് നോക്കുമ്പോൾ കോട്ടിംഗ് ഒന്നും ഇളകി പോകുന്ന ഒന്നുമില്ല. അപ്പോൾ ഈ ഒരു തിക്നെസ് തന്നെ മാവ് റെഡിയാക്കി എടുക്കുക കേട്ടോ, എങ്കിലേ നമുക്ക് ഫ്രൈ ചെയ്ത് കഴിക്കുന്ന സമയത്ത് എല്ലാ സൈഡും ഒരുപോലെ ക്രിസ്പിയായി നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ ഇത് അടച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് സമയം ഉണ്ടെങ്കിൽ 1/2 മണിക്കൂർ എന്തായാലും റെസ്റ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ. അത് ഫ്രിഡ്ജിൽ വെച്ചാലും കുഴപ്പമില്ല, ഫ്രിഡ്ജിൽ താഴെ വെച്ചാലും കുഴപ്പമില്ല, പുറമേ വെച്ചാലും കുഴപ്പമില്ല. ഒട്ടും തന്നെ സമയം ഇല്ലയെന്നുണ്ടെങ്കിൽ 1/4 മണിക്കൂർ എന്തായാലും വെച്ചേ പറ്റൂ, എങ്കിലേ ആ ഒരു കറക്റ്റ് റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ എന്തായാലും 1/2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് ഇനി ഫ്രൈ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നല്ല ചൂടായി കിടക്കുന്ന എണ്ണയിൽ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ കോളിഫ്ലവർ ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കട്ടെ, കുറച്ച് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. പെട്ടെന്ന് റെഡിയാകും കേട്ടോ. ഓൾറെഡി നമ്മുടെ ഹാഫ് കുക്ക് ആയല്ലോ, നമ്മൾ നേരത്തെ തിളപ്പിച്ചെടുത്തത് കൊണ്ട് തന്നെ. ഇനി ഒന്ന് പുറമേ ആ ഒരു നമ്മൾ ചേർത്തിട്ടുള്ള പൊടികളൊക്കെ ഒന്ന് വെന്ത് കിട്ടണം, നല്ല ക്രിസ്പി ആയി കിട്ടണം, അത്രയേ പരിപാടിയുള്ളൂ കേട്ടോ. ഓവർ ഫ്ലെയിം കുറച്ചിട്ട് ചെയ്യേണ്ട, ചൂടോടെ തന്നെ, നല്ല ചൂട്ടിൽ തന്നെ, എന്താ പറയുക, ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് കുറച്ചൊന്ന് മീഡിയം ടു ഹൈയിലാക്കിയിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഒന്നങ്ങ് ഇട്ടുകൊടുത്ത ഉടനെ തന്നെ ഇളക്കാൻ പാടില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം, കാരണം ഒരു കോട്ടിങ് പിടിച്ച് കിട്ടണമല്ലോ. കുറച്ച് സമയം അങ്ങനെ വെക്കുക, അതിന് ശേഷം മാത്രം ഒന്നങ്ങ് ഇളക്കി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് ഇളക്കുമ്പോൾ പെട്ടെന്ന് ചിലപ്പോൾ കോട്ടിങ് പിടിക്കാതെ പോലെയൊക്കെ തോന്നിയേക്കാം, അതങ്ങ് നന്നായിട്ട് അങ്ങ് ക്രിസ്പായി വരുന്ന സമയത്ത് മൊത്തത്തിൽ കോട്ടിങ്ങൊക്കെ പിടിച്ച് കിട്ടും കേട്ടോ. നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക.
ഫ്ലെയിം കുറച്ച് വെച്ച് കഴിഞ്ഞാൽ എണ്ണ കുടിക്കുകയും ചെയ്യും, എന്നാൽ ഒട്ടും തന്നെ എന്താ പറയുക ക്രിസ്പി ആവില്ല കേട്ടോ, ആ ഒരു സോഫ്റ്റ്നെസ് ആയിപ്പോവും. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ 1-2 തവണ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എണ്ണയിൽ നിന്ന് കോരിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഏതാണ്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ എണ്ണയിൽ കോരിയെടുക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ ആയിട്ട് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ 1-2 പച്ചമുളക് ഇതുപോലെ നീളത്തിൽ കീറിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു ഫ്ലേവറും കൂടി ആയിട്ട് എണ്ണയിൽ നിന്ന് കോരിയെടുക്കുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് തട്ടുകടയിൽ നിന്നൊക്കെ കിട്ടുന്നില്ലേ, നമ്മൾ ഫ്ലവർ ഷോ അങ്ങനത്തെ ഏതെങ്കിലും പരിപാടിക്കൊക്കെ പോയി കഴിഞ്ഞാൽ ചൂടോടെ കഴിക്കുന്ന ആ ഒരു കോളിഫ്ലവർ 65 അതൊരു വേറെ ലെവലല്ലേ. ഏതാണ്ട് ആ ഒരു ടേസ്റ്റ് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ തന്നെ ചെയ്യാം. അപ്പോൾ ഞാൻ എണ്ണയിൽ നിന്ന് മൊത്തത്തിൽ കോരിയെടുക്കുന്നുണ്ട്. കണ്ടില്ലേ കോട്ടിങ് എങ്ങനെയുണ്ട്, ഒട്ടും തന്നെ ഇളകിയിട്ട് ഒന്നുമില്ല. അപ്പോൾ ഈ നല്ലൊരു ഫിനിഷിങ് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബാക്കിയുള്ളത് മൊത്തത്തിൽ ഞാൻ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ കോളിഫ്ലവർ 65 മൊത്തത്തിൽ റെഡിയായി വെച്ചിട്ട് നല്ല ഭംഗിയിൽ കാണാൻ, അതുപോലെ തന്നെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ്. വൈകുന്നേരം ചായക്ക് ഇന്ന് തന്നെ ഉണ്ടാക്കുക. കോളിഫ്ലവർ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം നമ്മുടെ കിച്ചണിലുള്ള ഐറ്റംസ് അല്ലേ വേണ്ടുള്ളൂ. അപ്പോൾ ചായക്ക് ഇതും കൂടി ഉണ്ടെങ്കിൽ പിന്നെ വേറെ ലെവലായിരിക്കും, ഒന്നും പറയാനില്ല. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്തിട്ട് ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇതാ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ അതേ തിക്നെസ്സിലും കാര്യങ്ങളും കോട്ടിംഗ് ഒക്കെ റെഡി ആക്കിയാൽ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്തെടുക്കാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്